അപ്പോൾ നിങ്ങളെ എന്താണ് തള്ളി 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 ഇന്നലെ വെല്ലുവിളിച്ചിരുന്ന ക്യാപ്റ്റൻ തല എന്താ ഇത്? ശരി, ഇതിപ്പോ കൂടെ ഒരു പുക, ഔട്ടല്ലാത്ത സാധനം ഔട്ട് കൊടുത്ത് എന്നിട്ട് ഒരു പുക മാത്രം പേടിച്ചിട്ട് മൂപ്പര് ഔട്ടല്ലല്ലോ. ഇതൊക്കെ അമ്പയറിന്റെ വിധി, അമ്പയർ വിധി എന്ന് പറഞ്ഞാൽ അതിപ്പോ അന്തിമാണ്. പിന്നെ അമ്പയർക്ക് കൊടുത്ത് ആ എഡ്ജ് ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് സ്പൈക്ക് അൾട്രാ എഡ്ജ് കാണുന്നുണ്ട്. എന്നിട്ട് ബാറ്റിന്റെയും ബോളിന്റെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അത് ഔട്ട് അല്ലായിരുന്നെങ്കിൽ കഴിഞ്ഞ കളിയൊക്കെ അടിച്ചു ഒന്നും ചെയ്യില്ല. ഇങ്ങനെ പേടിച്ച് പേടിച്ച് അവസാനം ഇറങ്ങണേ. ധോണി ഇറങ്ങേണ്ട മുമ്പ് തന്നെ ഇമ്പാക്ട് സബിനെ ഇറക്കി ഹൂഡനെ ഇറക്കി വിട്ടേക്ക. ഈ ഹൂഡ പിന്നെ നിങ്ങളുടെ ടീമിന്റെ ആൾക്കാരല്ലേ ഇങ്ങനെ കൊറേ എണ്ണുണ്ട്. വിജയ് ശങ്കർ ഇങ്ങനെ കൊറേ മിഡിൽ ഓർഡർ ആണ് പ്രശ്നം. അല്ല അത് ക്യാപ്റ്റന്റെ ക്യാപ്റ്റൻ മാറിയതുകൊണ്ടാണ് ഇപ്പൊ ബാറ്റ്സ്മാൻമാർ ആരും കളിച്ചാത്തത്. ഞങ്ങൾക്ക് 10 ഓവർ മതി, അത് കഴിഞ്ഞു. അതിപ്പോ 100 റൺ ആവുമ്പോ അതന്നെ ഞങ്ങൾ ആയിക്കോട്ടെ 5 ഓവറിൽ ഞങ്ങൾ തീർക്കേണ്ടി വരും. പിന്നെ ഞങ്ങള് പാവങ്ങളല്ലേ എന്ന് വിചാരിച്ചിട്ട് വന്നു കണ്ടു വിക്കറ്റ് എടുത്തു എന്നുള്ള രൂപത്തിലാണ്. പിന്നെന്താന്ന് വെച്ചാല് 100 റണ്ണുള്ളൂ, സമയം കൊടുത്ത അതാണ് 100 റണ്ണുള്ളൂ, അതാണ് കുഴപ്പം. പിന്നെ ഓപ്പണർമാർക്ക് എന്തിനാ ഞങ്ങൾക്ക് അതിപ്പോ ബോൾ ഗ്രിപ്പ് ചെയ്തിരുന്ന പിച്ചില് കണ്ടില്ലല്ലോ, ഡ്യൂ ഉണ്ടായിരുന്നു. അത്ര തന്നെ ഉള്ളൂ. വേറെ സംഭവങ്ങൾ വലിയ സംഭവം ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞപ്പോ CSK തോൽക്കാൻ ഒറ്റ കാരണമുണ്ട്, ആ തലന ഔട്ടല്ലാത്ത ഔട്ട്. അതന്നെയാണ്, വേറെ തലന ഔട്ടല്ലാത്ത ഔട്ടാക്കിയപ്പോ അതോടുകൂടി പ്രശ്നമായി. അല്ലെങ്കിൽ ഇപ്പൊ ഒരു 150 ആവും. മൂപ്പരോട് 4 അടി അടിച്ചു. മൊത്തം അടി 100 റൺ ഉണ്ടാവുമ്പോ എല്ലാവരും ബൗളർമാർക്കൊന്നും കൂട്ടാൻ വേണ്ടി അടിച്ച് ഒന്നുമില്ല, വെറുതെ ബൗളിംഗിന്റെ ഉസാറുണ്ടോന്നല്ല. കഴിയുമ്പോഴത്തേക്കിന് അശ്വിനെ കൊടന്നേക്കണേ. സ്പിന്നർ പോയ സ്പിന്നർ കിട്ടി, നാരായണന്റെ അടുത്ത് കിട്ടേ. അത്ര തന്നെ നരേന്റെ കിട്ടലൊക്കെ 100 തീരുമാനാക്കിയിട്ടുണ്ട്. അതിപ്പോ നരേന്റെ വേറെ കാര്യം. അതിപ്പോ എന്താ വെച്ചാല് ഇതിപ്പോ 100 റൺ ആകുമ്പോ എല്ലാരും കണ്ണും പൂട്ടി അടിച്ചു. കാരണം കുറച്ച് റണ്ണ് മതിയല്ലോ പെട്ടെന്ന് മറ്റേ ഇത് കൂട്ടാൻ വേണ്ടിട്ട്. നെറ്റ് റൺ റേറ്റ് അത് അത്ര തന്നെ ഉള്ളൂ. ഉസാറുണ്ടോന്നല്ല, ഞങ്ങള് ബാറ്റ്സ്മാൻമാരെ പിടിപ്പുകേട് കൊണ്ട് നിങ്ങൾ ജയിച്ചു എന്നല്ലാതെ പിന്നെ അമ്പയർ സഹായം അത് എടുത്തു വരണം. തലന ഔട്ടാക്കിയത് കൊണ്ട് നിങ്ങൾ ജയിച്ചു, അത്ര തന്നെ ഉള്ളൂ. ഇന്നലെ പ്രതീക്ഷിച്ചത് തലുണ്ടെങ്കിൽ വളർത്തി വിട്ട ആള് നിങ്ങൾക്ക് വേണ്ടിട്ട് ചെയ്യും രഹാനെ. ഞാൻ പറഞ്ഞാ നിങ്ങള് തലന ഔട്ടല്ലാത്ത ഔട്ട് കൊടുത്തു. അത് മാത്രമുള്ള പ്രശ്നം, അത് മഹാപ്രശ്നല്ലേ, അത് മഹാപ്രശ്നല്ലേ. കാരണം അത് ബാറ്റ് കൊടുത്ത ബോള് എൽബി കൊടുത്ത അവസാനം ഇറങ്ങേണ്ട മതി. മൂപ്പർക്ക് അവസാനം ഒരു 10 ഓൾട്ടിയാ മതി. 60 റൺ അടിച്ചു. റൺ എത്ര ആവും? 160 റൺ ആവും. ഇവിടെ ടീം ജയിച്ചേനെ. അതൊക്കെയാണ് പ്രശ്നം. ജയിച്ചാത്തിന്റെ പ്രശ്നം തല ഔട്ടായത് അത്ര തന്നെ ഉള്ളൂ. എല്ലാ തല ഉണ്ടെങ്കിൽ ഇതൊക്കെ ആണ് തീരുമാനം. തല ഉണ്ടെങ്കിൽ എല്ലാം കൂടെയാണ്. അതിലെന്താ തല തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ക്രിക്കറ്റ് തന്നെ പറഞ്ഞ തല.